ഇനിയും മൂന്നാമത്തെ ദണ്ഡകമാണ്. ശേഖരീഭൂത ശീതാംശുരേഖ മയൂഖാവലീബദ്ധ സുസ്നിഗ്ധ നീലാളകശ്രേണി ശൃംഗാരിതേ ലോകസംഭാവിതേ. ഇത് ഒരുമിച്ച് ചൊല്ലാൻ പറ്റിയാൽ നല്ലത്. ഇല്ലെങ്കിൽ ശേഖരീഭൂത ശീതാംശുരേഖ അവിടെ നിർത്തി, മയൂഖാവലീബദ്ധ സുസ്നിഗ്ധ നീലാളകശ്രേണി അവിടെ നിർത്തി, ശൃംഗാരിതേ ലോകസംഭാവിതേ എന്നെടുക്കാം. ശേഖരീഭൂത ശീതാംശുരേഖ മയൂഖാവലീബദ്ധ സുസ്നിഗ്ധ നീലാളകശ്രേണി ശൃംഗാരിതേ ലോകസംഭാവിതേ. ഒന്നിച്ചെടുക്കാൻ പറ്റും, ചെറിയ മന്ത്രമല്ലേ. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം. ശേഖരീഭൂതം, ശേഖരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ധാരണം ചെയ്യപ്പെട്ടിട്ടുള്ള, ശീതാംശു ചന്ദ്രൻ, രേഖ കല. അപ്പം തലയിൽ അലങ്കാരമായി ചൂടിയിട്ടുള്ള ചന്ദ്രകല എന്ന് സാരം. മയൂഖാവലി ബദ്ധം, ആ ചന്ദ്രന്റെ കിരണങ്ങൾ തട്ടി. സുസ്നിഗ്ധം, തിളങ്ങുന്ന നീല അളകശ്രേണി, പറയുമ്പോൾ നീലാളകശ്രേണി. അപ്പോൾ അളകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിന്റെ രൂപത്തില് നെറ്റിയിൽ ഇങ്ങനെ വീണ് കിടക്കുന്നതായ തലമുടി, അതിനെയാണ് അളകങ്ങൾ എന്ന് പറയുക. അതിന്റെ നിര നീല അളകശ്രേണി. അപ്പം തലയില് അലങ്കാരമായി ധാരണം ചെയ്തിരിക്കുന്ന ചന്ദ്രക്കലയുടെ പ്രകാശം തട്ടി തിളങ്ങുന്ന കറുത്ത നിറത്തിലുള്ള അളകങ്ങൾ നിരയായിട്ടുള്ളവളെ. ശൃംഗാരിതേ, ശൃംഗാരാത്മകയായിരിക്കുന്നവളെ, ശൃംഗാര രൂപിണിയായിരിക്കുന്നവളെ. ലോകസംഭാവിതേ, സർവലോകരാലും ബഹുമാനിതയുമായിരിക്കുന്ന അമ്മ ജയിക്കട്ടെ എന്നാണ് ഇതിൻ്റെ വാച്യാർത്ഥം. ഇനി ഇതിൻ്റെ സാരാംശത്തിലേക്ക് കടക്കുമ്പോൾ, അമ്മയിൽ നിന്നും സംഭവിച്ചിട്ടുള്ളതാണ് ഈ ലോകം. മനസ്ത്വം വ്യോമസ്ത്വം മരുദസി മരുത്സാരഥിരസി ത്വമാപ ത്വം ഭൂമി ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയതും വിശ്വപപുഷ ചിദാനന്ദാകാരം ശിവയുവതിഭാവേന ബിഭൃഷേ എന്ന് സൗന്ദര്യലഹരിയിൽ പറയും. മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും ഇന്ദ്രിയങ്ങളും ഈ പഞ്ചഭൂതങ്ങളും ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും എല്ലാമായിരിക്കുന്നത് അമ്മ തന്നെയാണ് എന്ന് സാരം. അപ്പം അമ്മയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അമ്മ ജഗത്തിന്റെ ജനനിയാണ്. സൃഷ്ടിയുടെ അടിസ്ഥാന രസം ശൃംഗാരരസമാണ്. നവരസങ്ങളിലെ രാജനാണ് ശൃംഗാരരസം. ശൃംഗാര വീര കരുണ രൗദ്ര ബീഭത്സ അത്ഭുത ഭയാനക ശാന്ത ഹസ്യ, ഇത് 9 നവരസങ്ങൾ. അതിൽ രാജനാണ് ശൃംഗാരരസം. ഈ ശൃംഗാരാത്മകമായ ശൃംഗാരജന്യമായ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ചന്ദ്രപ്രകാശത്തിന് സ്വാധീനമുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് പഠിച്ച്? 28 കെട്ടുന്നത് എന്തിനാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രനും നമ്മളും തമ്മിലുള്ളതായ ബന്ധം, നമ്മുടെ പ്രത്യുൽപാദനപരതയിൽ ചന്ദ്രന്റെ സ്വാധീനം എന്താണ് എന്ന് നമ്മൾ പഠിച്ചത്. അപ്പം ഈ ചന്ദ്രപ്രകാശം ശൃംഗാരാത്മകമായ ഹോർമോണുകളെ ജനിപ്പിക്കുന്നതാണ് എന്നൊരു തത്വം. ആ ഹോർമോണുകളെ ജനിപ്പിക്കുന്നതായ ആ ചന്ദ്രൻ അമ്മയുടെ തലയിൽ ഇരിക്കുന്നു. ഇനിയും നെറ്റിയിലെ കുറുനിരകളോ, അത് വണ്ടിന്റെ രൂപത്തിൽ ഇങ്ങനെ നിരനിരയായി വെട്ടിയിടുന്നതാണ്. വണ്ട് കാമുക ഹൃദയത്തിന്റെ പ്രതീകവുമാണ്. അപ്പോൾ ശൃംഗാരത്തെ ജനിപ്പിക്കുന്നതായ ആ ചന്ദ്രപ്രകാശം ഈ കാമുക ഹൃദയമാകുന്ന കുറുനിരകളിൽ അങ്ങനെ തട്ടി ആ കാമുക ഹൃദയം ഇതാ പ്രകാശിതമായിരിക്കുന്നു, പ്രകാശിക്കുന്നു, സ്നിഗ്ധമായിരിക്കുന്നു. അങ്ങനെ അമ്മ ശൃംഗാരാത്മകയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കി നമ്മൾ ഊഹിച്ചു മനസ്സിലാക്കിക്കൊള്ളുക. എന്നിട്ടമ്മയെ സംബോധന ചെയ്യുകയാണ് ലോക സംഭാവിതേ. ശേഖരീഭൂത ശീതാംശുരേഖ മയൂഖാവലീബദ്ധ സുസ്നിഗ്ധ നീലാളകശ്രേണി ശൃംഗാരിതേ
ലോകസംഭാവിതേ ഹരി ഓം.